സവാദ് അന്ന് ഓടിയത് നിയമപരമായിട്ടുള്ള സഹായം നേടാൻ വേണ്ടി അവിടെ നിന്ന് ഓടി പോലീസുകാരുടെ കയ്യിൽ പോയി പെട്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്ന് സവാദ് ഓടിയിട്ട് പൊള്ളാച്ചിക്ക് പോയതിന് കേരള പോലീസിന്റെ, അതും തൃശ്ശൂർ അതിർത്തിയിൽ നിന്നാണ് അദ്ദേഹം ഈ കേസ് ഉണ്ടായേക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഓടിയിട്ട് തമിഴ്നാട്ടിലാണ് പോയി പൊങ്ങിയേക്കുന്നത്. അത് നമുക്ക് ആർക്കും അറിയില്ല മൊബൈൽ സ്വിച്ച് ഓഫ് ആണോ ഓണോ എന്ന്. പക്ഷെ പോലീസ് പിടിച്ചിരിക്കുന്നത് പൊള്ളാച്ചിയിൽ നിന്നാണ്. കേരളം വിട്ടു പോകുന്നവരാണല്ലോ നമ്മളെല്ലാവരും, മലയാളികളൊക്കെ പല ആവശ്യങ്ങൾക്കും കേരളം വിട്ടു പോകുന്ന. അല്ല, ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് പൊള്ളാച്ചി ഓടേണ്ട കാര്യമുണ്ടോ? തൊട്ടടുത്തുള്ള പേരാവെങ്കിലും സ്റ്റേഷനിലോ അന്ന് തൃശ്ശൂര്. അതെന്താ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? അല്ല സാറ്, അദ്ദേഹം ഓടിയിട്ട് പൊള്ളാച്ചിയിലാണ് പൊങ്ങിയത് താങ്കളോട് ആരാ പറഞ്ഞത്? പിന്നെ ഇന്ന് പൊള്ളാച്ചിന്നല്ലേ പോലീസ് പിടിച്ചേക്കുന്നത്? പോലീസ് പൊക്കി, അത് ഇതിനിടയ്ക്ക് എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വെക്കൂടെ? അല്ല, എന്തുകൊണ്ട് അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ പോയി ഈ കാര്യം പറഞ്ഞില്ല? അല്ല, ഇതിപ്പോ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ആണ് ഇതിലെ പ്രതി. അദ്ദേഹം ഈ പെൺകുട്ടി ഉപദ്രവിച്ചു വന്നിട്ട് എവിടെ വന്നിട്ടുള്ളത്? CCTV ഫുട്ടേജ് എന്തെങ്കിലും വന്നോ? ഇദ്ദേഹം ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതിന്റെ ഫുട്ടേജല്ലേ വന്നിട്ടുള്ളൂ. ഇപ്പൊ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്കാരെ പിടിക്കുന്നതോ അത് ഏത് രീതിയിലാണ് ഉപദ്രവിച്ചിട്ടുള്ളത് അത് വന്നിട്ടില്ല. ഓക്കെ അതിന് വ്യക്തത വരുത്തി കഴിഞ്ഞാൽ നമ്മള് ആ പെൺകുട്ടിയുടെ കൂടെ